സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് RSSകാർ. അവരെഴുതിയില്ലേ ബ്രിട്ടീഷുകാർക്ക്, ഹിന്ദു സഹോദരന്മാർ നിങ്ങളോട് പൊരുതിയിട്ട് അവരുടെ സമയവും ഊർജവും കളയില്ല. ഞങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെ നേരിടാൻ വേണ്ടി ഞങ്ങളത് സൂക്ഷിച്ചു വെക്കും. ആ ഊർജം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആൾക്കാർ ഇപ്പൊ ദേശസ്നേഹം പഠിപ്പിക്കുക. ത്രിവർണ്ണ പതാക പാടില്ല, കാവിക്കൊടിയായിരിക്കണമെന്ന് പറഞ്ഞവരല്ലേ ഇത്. ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവരല്ലേ RSS. അതിന് പകരം ഹിന്ദു മഹാസഭയെ വെച്ചിട്ട് ഒരു കരട് ഭരണഘടന അവരുണ്ടാക്കിയില്ലേ? മുസ്ലിങ്ങൾ എന്റെ ഭരണത്തിൽ തൃപ്തരാണെന്ന്, മുസ്ലിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. ഇയാളെന്താ ഇവിടെ ആരെങ്കിലും മോചിപ്പിക്കാൻ വേണ്ടി വന്ന? ആരാ? നരേന്ദ്രമോദി പറയുന്നു. ഇവർക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ബറിന്റെയും ഔറംഗസീബിന്റെയും പിന്മുറക്കാരാ. പാവ റഹീമെ, നിങ്ങൾക്കൊന്നും വല്ല ബന്ധമുണ്ട് ഔറംഗസീബിനെ കുറിച്ച് വല്ല പറയുകയാണ്? നിങ്ങൾ മുഗളന്മാരാണ്. മുഗളന്മാര് ചെയ്ത എല്ലാ ക്രൂരകൃത്യങ്ങൾക്ക് ഈ റഹീം മറുപടി പറയണമെന്നാ പറയുന്നത്. ഇപ്പൊ അതാണ് ഇപ്പൊ അവര് പറയുന്നത്. തിരിച്ചൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. അവരൊന്നും ജനാധിപത്യ ഭരണകർത്താക്കളായിരുന്നില്ല, സ്വേച്ഛാധിപതികളായിരുന്നു. ഹിന്ദു രാജാക്കന്മാരെ പോലെ തന്നെ അവരും നല്ലതും മോശവും ചെയ്തിട്ടുണ്ട്. രാജാക്കന്മാരെല്ലാം തോന്നിയാസവും ചെയ്തിട്ടുണ്ട്. അതിൽ ജാതി മതം എന്നൊരു വിഷയമായിരുന്നില്ല. ഇവിടെ നമ്മുടെ സാമൂതിരി രാജാവിനെ ഡച്ചുകാർക്ക് വേണ്ടി ഒറ്റുകൊടുത്തത് കൊച്ചി രാജാവല്ലേ? ഇവരെല്ലാം ഒത്തുകളിച്ചവരല്ലേ? ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ മതമാണ്. സ്വേച്ഛാധിപതിയായിരുന്ന അക്ബറിന്റെയും ഔറംഗസീബിന്റെയും മന്ത്രിമാരിൽ പാതിയിലേറെ പേർ ഹിന്ദുക്കളായിരുന്നു. 20 കോടി വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പേരിനൊരു മന്ത്രിയെ അല്ലയോ നരേന്ദ്രമോദി നിങ്ങളുടെ ഗവൺമെന്റിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഏവരെയും ഉൾക്കൊള്ളുന്ന സമ്പ്രദായമാണ്. ഏവരെയും ചേർത്ത് പിടിച്ചു പോകുന്നവരാണ്. അതിൽ ഒന്നാം തരം രണ്ടാം തരം പൗരന്മാരില്ല. നിങ്ങളും നാസി ജർമ്മനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? വിഷലിപ്തമായി പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തി. എന്താണ്? മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു, അവർ നുഴഞ്ഞു കയറി വന്നവരാണ്, ബാക്കിയുള്ളവരുടെ സ്വത്തുക്കളൊക്കെ എടുത്തിട്ട് അവർക്ക് വിതരണം ചെയ്യാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ട്വിറ്ററിൽ എഴുതി, എന്തിനേറെ നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ പോലും ജൂതന്മാർക്കെതിരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനവിധിക്ക് വേണ്ടി ജനങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. ഇവിടെയൊക്കെ ഇടതുപക്ഷത്തിന്റെ ഒരു സാന്നിധ്യമാണ് യഥാർത്ഥത്തില് BJPയെ വിരൽ പിടിപ്പിക്കുന്നത്. അമിത്ഷാ പറഞ്ഞില്ലേ പത്രക്കാരോട്, 80 സീറ്റുള്ള ഉത്തർപ്രദേശ് ജയിക്കുന്നതിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുക 20 സീറ്റുള്ള കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുന്നതാണെന്ന്. എന്താ കാരണം? ഇവരുടെ വർഗീയ ഭ്രാന്തിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആശയത്തിന്റെ പ്രഭവ കേന്ദ്രം ഇടതുപക്ഷമാണെന്നും കേരളമാണെന്നും അവർ തിരിച്ചറിയുന്നത് കൊണ്ടല്ലേ കേരളത്തെ അവർ വെറുക്കുന്നത്. കേരളത്തെ ഇല്ലാതാക്കാൻ, വരിഞ്ഞു മുറുക്കാൻ അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടല്ലേ. കേരളം മുന്നോട്ട് വെക്കുന്ന സാഹോദര്യം, നമ്മുടെ ഇവിടെ പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞു. ഇവരുടെ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കി വെച്ച പോലെയാണോ ഇവിടെ? പെരുന്നാൾ സമയത്ത് നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ കൊടുക്കും. ഇതിലൂടെ സഹിത ബിരിയാണി എല്ലാവർക്കും കൊടുത്താ കുറി കൊടുത്തു. എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? ഫ്രണ്ട്സിനെല്ലാം കൊടുത്തു. ജാതി നോക്കിയ, മതം നോക്കിയ. വിഷു വരും, ഓണം വരും, പായസം ഉണ്ടാക്കും, അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കും. ഖദീജ, സുലൈമാൻ കഴിക്കേ.
ക്രിസ്മസ് വരുമ്പോൾ അവിടുന്ന് ജോസഫേട്ടന്റെ വീട്ടിൽ നിന്ന് കേക്ക് ഉണ്ടാക്കി നമുക്ക് തരും. കേക്ക് കഴിച്ച ഇതല്ലേ സാഹോദര്യം? ഈ സാഹോദര്യത്തെ തകർക്കാൻ വേണ്ടിയല്ലേ കഴുകന്മാരായി ഇവർ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവരെന്തൊക്കെ ചെയ്യാ? വേണ പൂരം പോലും അട്ടിമറിച്ച് കളയുമെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൺകെട്ടും ചെയ്യാൻ, എന്ത് വൃത്തികേടും ചെയ്യാൻ ഇവർ തയ്യാറാകും.